മൂന്നാറല്ല, ഇടുക്കിയല്ല, കൊടൈക്കനാലല്ല, തിരുവനന്തപുരം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഇൻ അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ കൂനിച്ചി മല കയറാൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. മണി 3:45. ഈ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഏകദേശം 1 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ കയറണം. ഞങ്ങൾ കയറിയ സമയത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു ആവശ്യത്തിന്. ആ മഴയത്ത് ചെറുതായിട്ടൊക്കെ ഞങ്ങൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ഈ ആർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ആർച്ചാണ് ഞങ്ങൾ കൂനിച്ചി ഇവിടെ നമ്മൾ കറക്റ്റായി എത്തിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് പോയിന്റ്. ഈ തേരി കയറി കുറച്ചിങ്ങ് മുകളിൽ വന്നപ്പോഴാണെങ്കിൽ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടായിരുന്നു. തൊട്ടപ്പുറത്തൊരു പാറ കിടപ്പുണ്ട്. ആ പാറയുടെ സൈഡിൽ നിന്ന് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോഴേ അങ്ങോട്ട് പോകാനായിട്ട് മണിക്കൂട്ടം ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഞാൻ നല്ല തളർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിട്ടില്ല, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് മണിക്കൂട്ടം ഫ്രണ്ടിൽ പോയ സ്ഥിതിക്ക് ഞാൻ പാറയിലോട്ട് കയറി. അവിടുത്തെ വ്യൂ നോക്കി ഗൈസ്, എന്താ വ്യൂ! നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ നേരിട്ട് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴറിയാം ഗൈസ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ ഫസ്റ്റ് വ്യൂ ഇങ്ങനെയാണെങ്കിൽ മുകളിലൊക്കെ നല്ല വ്യൂ ആയിരിക്കും. വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യണേ ഗൈസ്. മഴയും പിടിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് ട്രക്കിങ്ങിന് വന്നു. ഞങ്ങൾ ട്രക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ ട്രക്കിംഗ് സ്പോട്ടാണ്. ഗൈസ്, ഇവിടെ കിണറുണ്ട്, വെള്ളമുണ്ട്, പിന്നെ ക്യാമ്പിങ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നല്ല മഴ വരികയാണെങ്കിൽ ഷെഡുണ്ട് ഒതുങ്ങാനായിട്ട്. ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം. അങ്ങോട്ട് കാണിക്കാം. കോട ഇനി കാണാം ഗൈസ്. കോട കയറുകയാണ്. കോട കയറുമ്പോൾ കാണാൻ പറ്റില്ല. ഈ വീഡിയോയിൽ ഇത്ര ചെറുതായിട്ട് കാണും, പക്ഷേ എന്ത് ഹൈറ്റ് എന്നറിയാമോ? ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. കോട മൂടി കിടക്കുകയാണ് ഗൈസ്. എന്താ പൊന്നു! മൂന്നാറല്ല, ഇടുക്കിയല്ല, കൊടൈക്കനാലല്ല, തിരുവനന്തപുരം ഗൈസ്. ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറണം. നല്ല കിടിലം വഴിയാണ്. അടിപൊളി വഴിയാണ് ഗൈസ്. ഏകദേശം എത്താറായി. ടോപ്പല്ലേ, ഏകദേശം മല എത്താറായി. ഓ നോക്ക് ഗൈസ്, സൂര്യൻ തെളിഞ്ഞു തുടങ്ങി. ഇപ്പോഴിനി
കോട കാണാമെന്തോ. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അതാണ് കൂനിച്ചി. ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? ഇനി അപ്പുറത്ത് കൊണ്ടേറ്റി മല വ്യൂ കാണിച്ചു തരാം. ഫുള്ളും കോടയാണ് ഗൈസ്. നല്ല കോടമുണ്ട്, നല്ല കോടമുണ്ട്. താഴെ കൊണ്ടേറ്റി നമ്മളിപ്പം കൊണ്ടേറ്റി മലയുടെ താഴെയാണ് നിൽക്കുന്നത്. നമ്മൾ ടൈം ലാപ്സിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിട്ട് കുറച്ച് ക്ലിപ്പുള്ളൂ, ഒരു 3 മിനിറ്റേ ഉള്ളൂ, 3 സെക്കൻഡേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ട് അടിപൊളിയായി മഞ്ഞിങ്ങനെ ഞങ്ങളിപ്പോൾ കുരിശിലോട്ട് പോവുകയാണ്. കുരിശി പോകാനുള്ള വഴി ഇതാണ്. ഇങ്ങനത്തെ വഴികളാണ് ഗൈസ്. ഇവിടെ ഫ്രണ്ടിൽ ഓടിച്ചാടി പോവുകയാണ്. കാറ്റിന്റെ സൗണ്ട് ആണ്. ആന കുറേ കിലോമീറ്റർ നടന്നിട്ടേ വെള്ളം കുടിക്കുള്ളൂ. അതേപോലെ കുറേ ദൂരം കയറിയ ശേഷം വെള്ളം കുടിക്കും. ഇതാണേ നിന്റെ നെഞ്ചോളം പൊക്കമുള്ള കഴപ്പ് നല്ല നല്ല കാട് കയറി ശീലമുണ്ട്. പുൽമേട് മുട്ടക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന കുനിച്ചിര കയറിപ്പോണ സ്ഥലത്താണ്. ഇനി മെയിനായിട്ട് മേളിലോട്ട് പോയിട്ട് മെയിനായിട്ട് കാണാം. ഇത് കുനിച്ചിയാണ്. അപ്പോൾ നമ്മൾ കുനിച്ചിര അവിടെ അങ്ങോട്ട് കയറിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. അതുകൊണ്ട് ഇവിടെ വഴിയൊന്നും കാണൂല. ഞങ്ങൾ വഴിയിലോട്ട് ഇപ്പോഴും അങ്ങോട്ട് പോകുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇതാണ് കുനിച്ചിലോട്ട് ഇറങ്ങി വരുന്ന വഴി. അത് തൊട്ടപ്പുറത്തിരിക്കുന്ന മലയാണെങ്കിൽ കൊണ്ടേറ്റി മലയാണ്. അതാണ് കൊണ്ടേറ്റി മല. ഞങ്ങൾ കുറേ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, കുറച്ച് ക്ലിയർ ആയിട്ട് അതിലുണ്ട് ഗൈസ്. ഞങ്ങളിവിടെ കയറിപ്പോകാനാണ് ഗൈസ്. ഇപ്പോൾ കൂനിശ്ശിയിലെ ഏകദേശം പാതിയോളം ഞങ്ങൾ കയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ട ഗൈസ്, അവിടെ കുറേ പേരിയ്ക്കുകയാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. അത്ര ക്ലാരിറ്റി ഇല്ല. അവിടെ കുറച്ച് പേര് ഗ്യാങ് ആയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവർ ഗ്യാങ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളിത് താഴെ നിന്ന് വന്നപ്പോൾ ഒരു പയ്യൻ ചോദിച്ചു, അണ്ണാ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. താഴെ കട ഉണ്ടേ, 2 കട. ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട. ഇവിടെ വന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ വന്ന വഴിയാണ് ഇതേ കാണുന്ന ആ പച്ചപ്പ് പുൽമേട്. അവിടെ നിന്നാണ് മേളിലോട്ട് വന്നത്.
ഓ വരണം ഗൈസ്, ഒരു വട്ടമെങ്കിലും ഈ സ്പോട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഈ സ്പോട്ട് മുമ്പ് എക്സ്പ്ലോർ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മേളിലോട്ട് പറ്റുക. ഇവിടെ വരണമെങ്കിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വെള്ളാട വരണം. വെള്ളാടയിൽ നിന്ന് കുരിശുമല. കുരിശുമല അറിയാതെ ആരുമില്ല. കുരിശുമല വരണ വഴിക്കാണ്. അപ്പം വരേണ്ടതെന്ന് വെച്ചാൽ നേരെ കുരിശുമല. ഓക്കെ, കുരിശുമല നിന്ന് വഴി തെറ്റിയെന്നാൽ ഇവിടെ വരാം. കുരിശുമല നമ്മളെ സംഗമ വേദി ഉണ്ട്. അവിടെ നിന്ന് തുടങ്ങി കുറേ ഇങ്ങനെ മേലെ കയറി വരുമ്പോൾ ആരും ചോദിച്ചാലും പറഞ്ഞു. ക്യാമറയിൽ കോട കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ശരിക്കും കോട. അങ്ങനെ വല്ല ക്യാമറ ഓണാക്കുമ്പോ ഒന്നും വരൂല അല്ല, കട്ട വരും. താഴെ താഴെ പോ. ഇതിന്റെ എട്ടിലോട്ട് ഞങ്ങൾ പോവാണ്. എട്ട് പോയിട്ട് എട്ടിലെ വീഡിയോ ഈ ഉള്ള കാടും താഴെ റിസോർട്ട് എന്ന് പറയണം, ചെറുതായിട്ട് കേട്ടാ. താഴെ റിസോർട്ട് വരണേ, ഇവിടെ റിസോർട്ട് ഒന്ന് പൊളിക്കും. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ മഴക്കോൾ അടിച്ചിട്ടുണ്ട്. താഴെ നല്ല ഇരുണ്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങണം. സമയം ഇപ്പോൾ എത്രയാണ്? 5:45. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 6-6:15 ആകും. കയറുമ്പോഴാണ് കഷ്ടം. കയറുമ്പോഴാണ് കഷ്ടം. ഇറങ്ങുമ്പോൾ അങ്ങ് സ്മൂത്താ പോകും ഗൈസ്. നല്ല ഇരുട്ടിട്ടുണ്ട്. മഴ വരാനുള്ള ചാൻസ് 100% ആയി. ഇനി ഇവിടെ നിന്ന് റിസ്ക് ആണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നാണ്. നോക്ക്, പെട്ടെന്ന് ഇരുട്ടി. ഞാനും പണിക്കിട്ടും ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ താഴെ ചെന്നിട്ട് ഇറങ്ങണ കാഴ്ച കാണിച്ചു തരാം. അൺപ്രെഡിക്റ്റബിൾ. നാച്ചുറൽ എപ്പോൾ എങ്ങനെ മാറുമെന്ന് അറിയാൻ പറ്റില്ല. ഉദാഹരണം വേണ്ട, അത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്ന മല പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അല്ല പണിയാ. ഞാൻ പറഞ്ഞില്ല, കയറുമ്പോൾ കുറച്ച് കഷ്ടമാണ്. ഇറങ്ങി പോകുമ്പോൾ
കുറച്ച് റിസ്ക്കാണ്, പക്ഷേ സ്പീഡ് ഇറങ്ങാം. ഒരു വൈകുന്നേരം 6 മണിയുടെ ലുക്ക് വന്നു ഇപ്പോഴത്തെ. ഇനി മേളിലോട്ട് പറ്റുകയാണ് ഗൈസ്. ഇപ്പോൾ കൂനിശ്ശേരി അവസ്ഥ നിന്ന് കാണിച്ചു തരാം. ഫുള്ളും കൊണ്ടിരുണ്ട്, മഴയുടെ അംശമുണ്ട്. ഭാഗ്യത്തിന് ഞങ്ങൾ കുട എടുത്തിട്ടുണ്ട് ഗൈസ്. വഴി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. പണ്ട് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് ഈ കൊണ്ടേട്ടി ഈ ഭാഗത്ത്. അതുകൊണ്ട് മഴ സമയത്ത് ആരും ഇങ്ങോട്ട് വരരുത്. നാളെ ജോലിക്ക് വേണ്ട, നാളെ പനിയും പിടിച്ചു തുടങ്ങിയിട്ട് അല്ലേ. ഇപ്പോൾ മഴ പെയ്യും, ഒരു 1/2 മണിക്കൂർ കൂടെ നിന്ന് മഴയായിരിക്കും ഇവിടെ ഫുൾ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എത്രയും വേഗം പോകണം. ആരെയും കിളവനായി മുട്ടൊക്കെ പിടിച്ചു നടക്കും.